ഹലോ ഗൈസ്, എല്ലാവർക്കും പെട്രോൾ ബൂമിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയിൽ, എസ്പെഷ്യലി ഇലക്ട്രിക് സ്കൂട്ടർ ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം നല്ലൊരു ബൂമിംഗ് ആണ് നമ്മൾ കാണുന്നത്. ആദ്യകാലങ്ങളിൽ ചൈനയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഇവിടെ അസംബിൾ ചെയ്തിട്ട് ഏതെങ്കിലുമൊക്കെ ജനറിക് ബ്രാൻഡുകളുടെ നെയിമിലായിരുന്നു വിറ്റുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു അവസാന 5 വർഷമായിട്ട് മെയിൻ സ്ട്രീം ബ്രാൻഡുകളും ഏതർ പോലെയൊക്കെ പോലുള്ള ഫേമസ് ബ്രാൻഡുകളും ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ രംഗത്തേക്ക് വന്നു. മെയിൻ സ്ട്രീം മാനുഫാക്ചേഴ്സിൻ്റെ ആദ്യത്തെ വാഹനങ്ങളിൽ ഒന്നായിരുന്നു ബജാജിൻ്റെ ചേതക് എന്ന് പറയുന്നത്. 2019 ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് പോരായ്മകൾ കാരണം ഈ ഒരു ഓളത്തിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ ആദ്യം ചേതകിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 2024 ഒരു അപ്ഡേറ്റ് വന്ന ശേഷം അത്യാവശ്യം നമ്മൾ റോഡിലൊക്കെ വാഹനം കാണുന്നുണ്ട്. സോ ഇന്ന് നമ്മൾ ബജാജ് ചേതക് പ്രീമിയത്തിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഷെയറിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോർമലി നമ്മുടെ വീഡിയോയിൽ ചെയ്യുന്ന ആ ഒരു ഡ്രൈവ് റിവ്യൂവും ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒരു യൂസർ പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇതിൻ്റെ യൂസറിനോട് അല്ലെങ്കിൽ ഇതിൻ്റെ ഓണറിനോട് ചോദിച്ചിട്ട് വാഹനത്തെ പറ്റിയുള്ള പുള്ളിയുടെ എക്സ്പീരിയൻസ് ഷെയറിംഗ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ ഒരു ടിപ്പിക്കൽ രീതിയിൽ, അതായത് വണ്ടിയുടെ ഫീച്ചേഴ്സും ഡ്രൈവിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഒരു നോർമൽ റിവ്യൂ നമ്മുടെ ചാനൽ നമ്മൾ അധികം വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ മേളിൽ ഐക്കാർഡായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. സോ നമുക്ക് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കാം. ഇതാണ് സൂര്യചേട്ടൻ്റെയാണ് ഈ ഒരു ചേതക്. സൂര്യചേട്ടൻ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്ക് ചേതക് എടുത്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളൊരു ചോദ്യമായിരുന്നു, എന്തുകൊണ്ട് ചേതക് എടുത്തു? ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ തന്നെ ഇഷ്ടംപോലെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഏതറുണ്ട്, ഓലയുണ്ട്, പിന്നെ ഹീറോയുടെ വിടയുണ്ട്, TVS iQube ഉണ്ട്. കൂട്ടത്തിലാണ് ചേതക് ഒരു ബ്രാൻഡ്. അപ്പം ചേതക്കിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഏതറുണ്ട്. അപ്പം അത് ഓടിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. കാരണം അത് ഓടിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ട്. അങ്ങനെ പിന്നെ ഈ ചേതക്ക് വേറൊരു നമ്മുടെ ഒരു അച്ഛനെ ഈ വണ്ടി എടുത്തതാണ്, വൈഫിൻ്റെ അച്ഛൻ വണ്ടിയുണ്ട്. അങ്ങനെ അത് ഓടിച്ചു. അതിനെ അപേക്ഷിച്ച് ഇത് നോക്കുമ്പോൾ അത് ഇത്തിരി കൂടെ ഒരു എന്താ പറയുക, ബോഡി വെയിറ്റും ഉണ്ട്. അതുപോലെ മെറ്റൽ ബോഡിയാണ് വരുന്നത്. ഒരു പക്കാ സ്കൂട്ടറിൻ്റെ ഒരു മോഡലും ആണ്. കാഴ്ച നോക്കിയാൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെന്ന് പറയത്തില്ല. ശരി, അതുകൊണ്ട് ഇച്ചിരി കൂടെ അതിനെക്കാട്ടിൽ ഇത്തിരി കൂടെ നല്ല ഇതാണെന്ന് തോന്നി അങ്ങനെ എടുത്തത്. അല്ല, എനിക്ക് കൂടുതലുള്ളൊരു ചോദ്യം കൂടായിരുന്നു, എന്തുകൊണ്ട് ഏതൊരു കാര്യം നമ്മുടെ കൂട്ടത്തിലെ എനിക്ക് ഏതൊരു ഇഷ്ടപ്പെടാതെ ഇല്ല. പക്ഷേ എന്നാൽ കുറച്ചുകൂടി എനിക്കൊരു ഇത്തിരി കംഫർട്ടെന്നല്ല, ഒരു ഇത്തിരി കൂടെ ബോഡി വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. സ്റ്റീൽ മെറ്റൽ ബോഡി അല്ലേ, ഒരു ഇത്തിരി ബിൽഡ് ക്വാളിറ്റി ആ ഒരു ഇത് വെച്ചിട്ട് പിന്നെ അത് ഇത്തിരി കൂടെ ഒരു ഒതുങ്ങിയിരിക്കുന്ന നീളത്തിലിരിക്കുന്ന നമുക്ക് ഇത്തിരി കൂടെ ഇതാണെന്ന് തോന്നി അങ്ങനെ എടുത്തതാണ്. എടുത്തു കഴിഞ്ഞിട്ട് എടുക്കണ്ടായിരുന്നു എപ്പോഴെങ്കിലും തോന്നിയൊരു അവസരം? ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. അല്ല, തീരുമാനം നമുക്ക് ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല. വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞ ബോഡി വെയിറ്റും സ്റ്റീൽ ബോഡിയും ഒന്നല്ലാതെ വണ്ടിയിൽ ഇഷ്ടപ്പെട്ട ബാക്കി ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളത്തെ ഒരു യൂസിന് ശേഷം നമുക്ക് ഇല്ല, മെയിനായിട്ട് എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ എന്താ പറയുക, ഈ ഓടിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല കംഫർട്ടായിട്ട് യാത്രയൊക്കെ നല്ല കംഫർട്ടാണ്. അങ്ങനെ ഇതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, ഓൾറെഡി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അതാണ് പൊതുവെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുക്കുന്ന എല്ലാവരുടെ അവർക്ക് വണ്ടിയെ പറ്റി അറിയുന്നതിനെക്കാട്ടി കൂടുതൽ ആസ് എ യൂസർ വണ്ടി എങ്ങനെ ഉണ്ടെന്നാണ് അവർക്ക് അറിയുന്നത്. എടുത്തു കഴിഞ്ഞാൽ പെട്ടുപോകുമോ? ഇത് അധികം ഓടിയിട്ടില്ല, എനിക്കൊന്നൊരു 2000 കിലോമീറ്റർ ആയിട്ടുള്ളൂ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ്. 10,000 ആയെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. അത്രയായിട്ടും. പിന്നെ വണ്ടി ഇഷ്ടപ്പെടാത്തായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമുക്ക് എടുത്തതിന് ശേഷം? പെടാത്തായിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമത് സീറ്റിൻ്റെ ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു സീറ്റിൻ്റെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ ഞാൻ മാത്രം ഓടിക്കുമ്പോൾ നമ്മളിവിടേക്ക് ഇരിക്കാം. കാരണം കൈ ഒക്കെ നല്ല രീതിയിൽ വെച്ച് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതേസമയം എൻ്റെ വൈഫും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ, വൈഫ് ഞാനോട് പോകുന്ന ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് മുന്നിലേക്ക് ഇരിക്കേണ്ടി വരും. ഒരു ഭാഗം കുറച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തിരി മുന്നിലേക്ക് ഇരിക്കുമ്പോൾ നമുക്കൊരു തൈ സപ്പോർട്ട്, ലെഗിൻ്റെ ഒരു സപ്പോർട്ട് ഇത്തിരി കുറയും. എനിക്ക് പേഴ്സണലി എനിക്കൊരു അങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടേക്ക് ഇരിക്കുമ്പോൾ ഒരു ഒതുക്കം ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. കാരണം സീറ്റ് ഇത്തിരി ഇവിടെ കൊണ്ട് ഒതുക്കി വെച്ചേക്കുന്നു. ഒരാൾ പോകുമ്പോൾ ഒരു പ്രശ്നമല്ല. കാരണം പക്കയായിട്ട് നമുക്ക് സീറ്റിന് പക്കയാണ്. ഇവിടേക്ക് ഇരിക്കുക, ഇച്ചിരി ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ പക്കയാണ്. പക്ഷെ ഒരാളുകൂടെ ബാക്കിലേക്ക് ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി അവർക്ക് ഇരിക്കാൻ ഒരു ഇത്തിരി ഫ്രണ്ടിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം അത് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ സീറ്റ് ഇതിപ്പോൾ അതെ, ഇത് യഥാർത്ഥത്തിൽ വരുന്ന ഡ്യുവൽ ടോൺ ആണ്. കാരണം നമുക്ക് ഈ ഒരു ഷെയ്ഡ് കൂടെ വരുന്നുണ്ട് സീറ്റ് ഓവറിൽ. ഈ ഒരു ഷെയ്ഡ് ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരു സീറ്റ് ഓവർ അവർ അഡീഷണൽ നമുക്ക് അവിടെ നിന്ന് ചെയ്ത് കിട്ടുന്നതാണ്.
അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു ഇതാണ് കിട്ടുന്നത്. ഒരു സേഫ്റ്റിക്ക് വേണ്ടി സീറ്റ് കവർ കൂടി. അതെ അതെ. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഈ ഒരു ഡിസ്പ്ലേ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ ഇതൊരു നമുക്കൊരു ബേസിക്കായിട്ട് തരാമായിരുന്നു എന്നൊരു എനിക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ഈ ഇത്രയും ഒരു 170 ആ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതിലേക്ക് ഇത് വരുമ്പം ഇങ്ങനെ ഒരു സാധാ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇത്. ആദ്യം അവരൊരു 1 മാസത്തേക്ക് നമുക്കൊരു ടെക് പാക്ക് സംഭവം ഉണ്ട്. അത് വരുമ്പോൾ ഇതിൽ നല്ല എന്താ പറയുക സ്പോർട്ടിയായിട്ടൊക്കെ തോന്നും. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ അത് ബേസിക് ആയിട്ട് ഇതിൽ തന്നിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് ഇതിപ്പം വളരെ ബേസിക് ആയിട്ട് തോന്നി. അതെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. അതിനകത്ത് നമുക്ക് ഇപ്പം നമ്മുടെ ചാർജിങ്ങിന്റെ ശതമാനം അറിയാൻ പറ്റുന്നുണ്ട്. മറ്റതില് അവർ ഇത്തിരി കൂടെ MD ഫുള്ളിന്റെ ആ ഒരു സിമ്പിൾ മാത്രമേ ഉള്ളൂ. അതിലൊരു ചെറിയ ഒരു ഇതുണ്ട്. കാരണം നമുക്ക് ഇതിനകത്തൊരു ശതമാനം നമ്മുടെ ഫോണിലൊക്കെ ശതമാനം കാണിക്കുന്നത് പോലെ മറ്റേ ആ ടെക് പാക്കിന്റെ അതുള്ളപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും നമുക്കിപ്പോൾ എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത്. പക്ഷേ അതിൽ അറിയാൻ പറ്റില്ല. ജസ്റ്റ് ആ ഒരു ഗേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ റേഞ്ച് കാണിക്കുന്നുണ്ട്, ടൈം, ബാക്കിയെല്ലാം ഓക്കെയാണ്. എനിക്കും അത് ഈ പറഞ്ഞ പോലെ ഏതറിന്റെ കാര്യം വെച്ച് നോക്കിയപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ട് ഇൻഫർമേഷൻസ് വളരെ കുറവായിട്ട്. ടച്ച് അല്ല, ടച്ചിന്റെ ഒന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളിപ്പം ഓടിക്കുമ്പോൾ അതിലൊന്നും നമുക്ക് ടച്ചിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരു സംഭവം നമ്മുടെ ടെക് പാക്കിൽ വന്നേക്കുന്ന ആ ഒരു മീറ്ററിന്റെ ആ ഒരു കൺസോൾ ആ ഒരു ഇത്തിരി അതിൽ ബേസിക് ആയിട്ട് തന്നിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. എൻ്റെ അടുത്തൊരു ചോദ്യമാണ്, വാഹനത്തിൽ ലഗേജ് സ്പേസ് അത്യാവശ്യം ഉണ്ടോ? നമുക്ക് ഇത് അണ്ടർ സീറ്റ് സ്റ്റോറേജും അത്യാവശ്യം ഫുട്വെല്ലിൽ ഫ്രണ്ടിലൊക്കെ സ്റ്റോറേജ് ഉണ്ട്. അപ്പം യൂസബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് ആണോ വാഹനത്തിനുള്ളത്? പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ടിൽ ഇതിവിടെ ചാർജിങ്ങിന് ഒരു അത്യാവശ്യം സ്ഥലമുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഇപ്പം നമ്മൾ ഈ ഇത് അധികം ദൂരം പോകാത്തപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ചെറിയ ഒരു ഇപ്പോൾ ഫോണ് അല്ലെങ്കിൽ അതിൻ്റെ ചാർജർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒരു ചാർജർ പോർട്ട് വരുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഒരു ഫോണ് പക്കയായിട്ട് വെക്കാൻ പറ്റും. അത് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നീട് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ സീറ്റിൻ്റെ അടിയിൽ എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് വെക്കാൻ പറ്റും. അപ്പം നമ്മൾ തോനെയും പോകുമ്പോൾ ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് ആയിരിക്കും കൊണ്ടുപോവുക. അപ്പം ലേഡീസിൻ്റെ ഹെൽമെറ്റ് പക്കയാണ്, അതിൽ പറ്റും. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വേറൊന്നും വെക്കാനും പറ്റില്ല. അതൊരു ഇതാണ്. പക്ഷേ പഴയതിനെ അപേക്ഷിച്ച് കുറച്ച് ലിറ്ററിന് നേരത്തെ എനിക്ക് തോന്നുന്നു 17 ലിറ്ററോ മറ്റോ ആയിരുന്നു. ഇപ്പോൾ 22 അത്രയും കണ്ടാക്കി കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്ര എനിക്ക് കറക്റ്റ് അല്ല. പക്ഷേ പഴയ ഇതിൽ നിന്ന് ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്, കപ്പാസിറ്റി കൂട്ടിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഫുൾ സൈസ് ഹെൽമെറ്റ് ഇങ്ങനെ പറ്റില്ല, അത് തൂക്കിയിടേണ്ട അവസ്ഥയാണ്. അതെ. അപ്പൊ അതാണ് മെയിൻ ആയിട്ട് സ്പേസ്. ഇത് അത്യാവശ്യം യൂസബിൾ ആണല്ലേ? അതെ. കാരണം മറ്റേതൊക്കെ പറഞ്ഞാൽ ഇത് ഒരു 3 കിലോ വരെ സാധനങ്ങൾ നമുക്കതിൽ ഹാങ് ചെയ്യാൻ പറ്റും. അത് പക്കയാണ്. പിന്നെ അകത്തോട്ട് കയറുന്നതുകൊണ്ട് ഇതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇത് ആക്കി കഴിഞ്ഞാൽ അതിലിരിക്കുകയും ചെയ്യും. ഇത് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുത്താൽ മതി. മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് സാധനം മേടിച്ച് കൊണ്ടുവരാനായിട്ടൊക്കെ. അല്ലാതെ തന്നെ താഴെ വെയിറ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ആക്റ്റീവയിൽ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ സാധാരണ എല്ലാവരും പറയുന്നത് ആക്റ്റീവ് എടുക്കുന്ന ഗ്യാസ് വിറ്റ് അങ്ങനെയുള്ള ഉപയോഗം പറ്റില്ല. ഗ്യാസ് വിറ്റ് കയറ്റിയിട്ടില്ല, പക്ഷേ അത് പറ്റില്ല. ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ തള്ളി കൊണ്ട് മെയിനായിട്ട് ഈ ഒരു പ്രശ്നമുണ്ട്. ഈ സീറ്റ് ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇച്ചിരി ഇങ്ങനെ തള്ളി നിൽപ്പുണ്ട്. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് അതെ. അപ്പൊ ഇത് ഇത്തിരി നേരെ ആയിരുന്നു. മറ്റേ ഒരു ആക്റ്റീവയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും അങ്ങോട്ട് തള്ളാണ്ട് ഇവിടെ നിന്ന് ഇച്ചിരി നേരെ അതുകൊണ്ടിവിടെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ സ്റ്റോറേജ് സ്പേസ് EV വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ല. ഏതർ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടെന്ന് പറയാം. അല്ല, ഏതെല്ലാം സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫുൾ സൈസ് ഹെൽമെറ്റ് ആണെങ്കിലും അതിന്റെ സീറ്റിന്റെ അടിയിൽ ഇരിക്കും. എനിക്ക് തോന്നുന്നു ഇതിലേ ഉള്ളൂന്ന് തോന്നുന്നു. എനിക്ക് മറ്റു വണ്ടി ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഉണ്ട്. അതെ. ഏതറെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ ആയതുകൊണ്ട് നമുക്ക് അതിനെ അപേക്ഷിച്ച് ഇതിവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് ഒരു സീറ്റിന്റെ അടിയിലെ സ്റ്റോറേജിന്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയത്. പിന്നീട് പൊതുവെ EV എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഫസ്റ്റ് ചോദ്യങ്ങളിലൊന്നായിരിക്കും എത്ര റേഞ്ച് കിട്ടും. നമ്മൾ കമ്പനിക്കാരുടെ റേഞ്ച് പറയും, പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോൾ ചിലപ്പോൾ അത്രയും കിട്ടണമെന്നില്ല, ചിലപ്പോൾ കിട്ടും. നമുക്ക് ഈ വണ്ടിയിൽ കറക്റ്റ് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? അപ്പം ഇതിൽ കറക്റ്റ് ഇപ്പം നമ്മൾ ഫുള്ള് ചാർജിൽ 100% ചാർജിൽ 111 എനിക്ക് റേഞ്ച് കിട്ടും. ചേട്ടന് 111 കിട്ടുന്നുണ്ട്. ഇപ്പം 111 കിട്ടുന്നുണ്ട് ഫുൾ റേഞ്ചിൽ. 100% ചാർജിങ്ങിൽ 111 കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ടാവും. അല്ല, പൊതുവെ നമുക്ക് സിറ്റി പൊതുവെ ലോക്കൽ ഓട്ടങ്ങളല്ലേ നമുക്ക്. അതെ. ഇതിപ്പോ ഗ്രാമപ്രദേശമാണ്, അപ്പോൾ ഇവിടുത്തെ ഇതാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും റേഞ്ച് കിട്ടുന്നത്. എനിക്ക് അങ്ങനെ ഇത് തോന്നി. കാര്യം പൊതുവെ ഹൈവേ യൂസിലാണെങ്കിൽ EVകൾക്ക് റേഞ്ച് കിട്ടാറുണ്ട്.
അപ്പോൾ ഇതിലെ 111 കിട്ടുന്നത്. പക്ഷേ കമ്പനി പറയുന്നത് 124. അത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, അത് ഏകദേശം ആ ഒരു figure പിന്നെ നമുക്ക് അതിനുള്ള ഒരു ദിവസം അത്രയും കിലോമീറ്റർ ഓടുന്നില്ല. പക്ഷെ ഒരു 60-70 കിലോമീറ്ററിനകത്തുള്ള ഓട്ടേ ഉള്ളൂ. എല്ലാ ദിവസവും കുത്തിയിടാറുണ്ടോ അതോ? എല്ലാ ദിവസവും കുത്തിയിടാറില്ല. ഇതിപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു 40 കിലോമീറ്റർ റേഞ്ചോളം വരുമ്പം നമ്മൾ ചാർജ് ചെയ്ത് പെർസെന്റേജ് അറിയാൻ പറ്റില്ല. അതെ. അപ്പോൾ ഇതിൽ പെർസെൻറ്റേജ് നമുക്ക് ഇതിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ റേഞ്ച് നമുക്കിപ്പോൾ ഓണാക്കുമ്പോൾ ഇത്ര റേഞ്ച് കാണിക്കും. ഒരു 40, ഒരു ഏകദേശം 40, ചിലപ്പോൾ 35 ആവാം, 30 വരെയൊക്കെ ആവാം. അതൊക്കെ ആകുമ്പോഴത്തേക്ക് ചെയ്തു തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഫുൾ ചാർജിങ്ങിൽ എത്ര മണിക്കൂർ എന്നുള്ളത് നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാനില്ല. എന്നാലും 4 മണിക്കൂർ 4.5 മണിക്കൂറാണ് കമ്പനി പറയുന്നത് ഫുൾ ചാർജ്. ചേട്ടൻ നമുക്കിവിടെ സോളാറോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സോളാർ കാര്യങ്ങളൊന്നും ഇല്ല. സാധാ KCBയുടെ ഇത് തന്നെയുള്ളൂ. മൊത്തം വീട്ടിലാണ് ചാർജിങ്. ഇല്ല, പുറത്ത് ചാർജിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ല. നമുക്ക് വണ്ടി വന്ന ശേഷം കറണ്ട് ബില്ലിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം? കറണ്ട് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1200-300 കിലോമീറ്റർ ആകുമ്പോഴാണ് ആദ്യം വണ്ടി എടുത്തതിന് ശേഷം അത്രയും ഓടിയതിന് ശേഷമാണ് ആദ്യത്തെ കറണ്ട് ബില്ല് വരുന്നത്. അപ്പോൾ എനിക്കതിലൊരു കഴിഞ്ഞ മാസം അതിന് തൊട്ട് മുന്നത്തെ മാസം അപേക്ഷിച്ച് ഒരു 300-400 രൂപയ്ക്കകത്ത് പെട്രോൾ വണ്ടിയാണെങ്കിൽ അത്ര രൂപയുടെ എണ്ണയല്ല അടിക്കാൻ. അല്ലല്ല, ഒരിക്കലും അത്രയല്ല വരുന്നത്. പിന്നീട് മെയിനായിട്ട് വൈഫിന് വേണ്ടിയിട്ടാണ് എടുത്തത്. പുള്ളിക്കാരി എങ്ങനെയാണ്, കംഫർട്ടബിൾ ആണോ വണ്ടിയിൽ? പുള്ളിക്കാരി ഓക്കെയാണ്. കാരണം യഥാർത്ഥത്തിൽ പുള്ളിക്കാരിയാണ് ഇത് സജസ്റ്റ് ചെയ്തത് ഈ വണ്ടി. അല്ല, പൊതുവെ ഒരു സ്ത്രീത്വം ഉള്ളൊരു വണ്ടിയാണ്. അല്ല, ആ സമയത്ത് ഇതിപ്പം അധികമായിട്ട് കണ്ടു തുടങ്ങിയ ടൈമിലൊക്കെ ആദ്യം എനിക്ക് തോന്നുന്നു ലേഡീസാണ് കൂടുതലും ചേതക്ക് ഉപയോഗിച്ചിരുന്നത് എനിക്കൊന്ന് തോന്നുന്നുണ്ട്. കാരണം ആ ടൈമിലൊക്കെ കൂടുതലും നമ്മൾ ഈ ജെൻസ് അല്ലെങ്കിൽ ഈ വണ്ടിയിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാട് ഈ ഒരു അപ്ഡേഷന് ശേഷം തീർച്ചയായിട്ടും ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ ഇവിടെ തന്നെ ഒത്തിരി പേര് വണ്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്കാണ് മെയിനായിട്ട് ഇതിനോട് ഇത് മതി എന്നുള്ളൊരു വന്നത്. അങ്ങനെ അല്ല, പൊതുവെ സ്ത്രീകള് EV ഓടിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു ത്രോട്ടിൽ റെസ്പോൺസ് കൂടുതലായിട്ട് കൈ നിൽക്കത്തില്ല എന്നൊരു പേടി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഫീൽ വണ്ടിയിൽ? ഇല്ല, അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞില്ല നമ്മുടെ ഏതൊരു ടൈമിൽ നമ്മുടെ ആദർശം എടുത്തത്. അപ്പോൾ ആ ടൈമിൽ ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം വൈഫ് നേരത്തെ ആക്റ്റീവ് ഓടിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരിയോട് പറഞ്ഞ ചേച്ചി ഓടിച്ചു നോക്ക്. അങ്ങനെ അവൻ തന്നെ കൊണ്ട് കൊടുത്തിട്ട് ആണിത് ഓടിച്ചു നോക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെടുന്നത് ഇലക്ട്രിക്. അങ്ങനെയാണ് ഇലക്ട്രിക്കിലേക്കൊരു നമുക്കൊരു ഇലക്ട്രിക് എടുത്താലോ എന്നുള്ളൊരു ഇത് വന്നത്. കാരണം പുള്ളിക്കാരി ഓക്കെ ആയതുകൊണ്ട് പിന്നെ നമുക്കും ടെൻഷൻ ഇല്ല. കാരണം പുള്ളിക്കാരി പോകുമ്പം ജോലിക്ക് പോകുന്ന ടൈമിൽ കൊണ്ടുപോകാനായിട്ട്. അല്ല, പൊതുവെ ലേഡീസ് ഇങ്ങനെ EV ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിൽ നിൽക്കത്തില്ല എന്നുള്ള പേടിയാണ്. പുള്ളിക്കാരി ഓക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ എടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ടോപ്പ് സ്പീഡ്, പൊതുവേ ഈ വണ്ടിയുടെ റിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിലും ഇതിന്റെ റിവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു പ്രധാന കാര്യം ഇതിന്റെ ടോപ്പ് സ്പീഡ് ഏതൊരു പോലെയായിട്ട് കമ്പയർ ചെയ്തിട്ട് കുറവാണെന്ന് പറയും. മറ്റേ 90 മേളിലുണ്ടെങ്കിൽ ഇതിന് ഈ പറഞ്ഞ 73 റേഞ്ച് ആണ് എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. നമ്മുടെ റിയൽ ലൈഫ് യൂസിൽ അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, അതിൽ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനിത് ഓടിക്കുന്നത് വളരെ ചുരുക്കമാണ്. കാരണം എനിക്ക് അടുത്തുള്ള ഇപ്പം പുള്ളിക്കാരി ജോലിക്ക് പോകാത്ത ടൈമിൽ നമ്മളിവിടെ അടുത്തുള്ള അപ്പം നമുക്ക് അത്രയും സ്പീഡിൽ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇത് മെയിനായിട്ട് പുള്ളിക്കാരി യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സ്പീഡിന്റെ കാര്യം പ്രശ്നം നമുക്കൊരു അല്ല 70 കിലോമീറ്റർ എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല. അതെ നമ്മളെ സംബന്ധിച്ച് ആ ഒരു സ്പീഡിന്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ് ആ ടോപ്പ് സ്പീഡിന്റെ കാര്യം. പിന്നെ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ വണ്ടി ബ്രേക്കിംഗ് ഒന്നും പ്രശ്നമില്ല. പക്ഷെ നേരത്തെ അപേക്ഷിച്ച് ഇതിന്റെ സസ്പെൻഷൻ ഒത്തിരി കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. കാരണം അതെ ഇതിന് മുന്നത്തെ വെച്ചിട്ട്. കാരണം ഇതിന് മുന്നത്തെ മോഡൽ ഓടിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു കട്ടറൊക്കെ ഉള്ളൊരു വഴി നന്നായിട്ട് ഹാൻഡിലൊരു വിറയൽ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അതിനെ അപേക്ഷിച്ച് ഇത് ഇച്ചിരി കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടുണ്ട്? അങ്ങനെയൊന്നും നമുക്ക് മെയിനായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ മെയിൻ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് നമ്മുടെ വൈഫാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ വേറെ പ്രശ്നങ്ങളൊന്നും നോക്കിയിട്ടില്ല. അത്രേ ഓക്കെയാണ്. പിന്നെ സർവീസ് എങ്ങനെയുണ്ട്? സർവീസ് സെന്ററിലെ ഒന്നും കുഴപ്പമില്ല. ഒറ്റ സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ. ആദ്യത്തെ സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ നല്ല അവരുടെ എല്ലാം നല്ല ഇത് നമ്മുടെ കൊല്ലത്ത് നിന്നാണ് സർവീസ്. ഷാന് അതെ കൊല്ലത്ത് ഷോറൂമിൽ ഷാന് പുള്ളി വഴിയാണ് വണ്ടി എടുക്കുന്നത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞത് എടുത്തിട്ട് ഒരിക്കലും ഒരു നെഗറ്റീവ് അങ്ങനെയുള്ള ഇവനിക്ക് ഈ ഒരു രണ്ട് കാര്യങ്ങളല്ലാണ്ട് അതെ ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിപ്പോ മെയിനായിട്ട് നമ്മള് ഇതില് യാത്ര വളരെ ചുരുക്കമാണ്. ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് എങ്കിൽ പോലും അത് പോകുന്ന ടൈമിൽ ഇത് തോന്നിയിട്ടുണ്ട്. കാരണം ഓടിക്കുന്ന ആൾക്ക് ഈ ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് വരുമ്പോൾ പ്രശ്നം അത് മാത്രമേ തോന്നി. അതെ ആ പുറയിലോട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഓടിക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ട് നമുക്ക് മുന്നിലേക്ക് ഇരിക്കുമ്പോൾ കിട്ടുന്നില്ല.
അപ്പോൾ ഓക്കെ, അപ്പം നമ്മൾ വണ്ടിയുടെ ഓൾമോസ്റ്റ് സംസാരിക്കേണ്ട കാര്യമെല്ലാം സംസാരിക്കുന്നു അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനത്തെ അവസരം തന്നതിന്, നമ്മുടെ വീഡിയോയിൽ അപ്പിയർ ചെയ്തതിന് ഒരുപാട് നന്ദി. അപ്പോൾ മറ്റൊരു വീഡിയോ, അടുത്തൊരു വീഡിയോയിൽ വരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും അപ്പോൾ ഈ യൂസർ റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വാഹന വിഷയമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.